السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എസ്ദഹാർ ഫെസ്റ്റ് കോമ്പറ്റീഷനിലാണ്. സ്നേഹം ഇസ്ലാമിക വീടിന്റെ അടിത്തറ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഭാഗത്ത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം, ഒപ്പം അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹം. മറ്റൊരു വശത്ത് മാതാപിതാക്കളോടും ഗുരുക്കളോടുമുള്ള സ്നേഹം. വേറൊരു ഭാഗത്ത് ജാതി മതഭേദമന്യ മാനുഷിക സ്നേഹം. മറ്റൊരു വശം സഹജീവി സ്നേഹം. അങ്ങനെ തുടങ്ങി എല്ലാം ഭദ്രമാണെങ്കിൽ മാത്രമേ വിശുദ്ധ ഇസ്ലാമിലെ സുഖജീവിതം രുചിക്കാനാവുകയുള്ളൂ. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ മാത്രമാണ്. അതാണ് ഖുർആൻ അടിവരയിട്ട് പറയുന്നത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹി എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നുള്ളത് അവിടുന്ന് തന്നെ മൊഴിയുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് അവിടുന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയാൻ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇലൽ മവദ്ദതി ഫിൽ ഖുർബ എന്ന ഒരൊറ്റ ആയത്തിന് ധാരാളമാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹത്തിനും അതിപ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ഇൻ അഷ്കുർ ലി വലിവാലിദിക്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുക, ഒപ്പം മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. അവനോടുള്ള സ്നേഹോഷ്മളമായ നന്ദി പ്രകടനത്തിന്റെ കൂടെ മാതാപിതാക്കൾക്കും വേണമെന്ന് ചേർത്തി പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം അറിയാൻ കൂടുതൽ ആലോചന വേണ്ടതില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്നുള്ളത് മാതാപിതാക്കളെ സ്നേഹിക്കലാണെന്നും അവിടുത്തെ മൊഴിമുത്തിലുണ്ട്. ഇനി നമുക്ക് മാനുഷിക സ്നേഹത്തിലേക്ക് വരാം. ഈ കാലത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഇസ്ലാം ഒരിക്കലും ഭീകരവാദമല്ല, വിമർശകരുടെ പ്രയോഗം പോലെ വാളുകൊണ്ട് വളർന്നതുമല്ല ഇസ്ലാം എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ചരിത്രം വായിക്കുമ്പോൾ തന്നെ അത് സുവ്യക്തമാണ്. ത്വായിഫിന്റെ മണ്ണിൽ പ്രബോധനത്തിന് ചെന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലുകളും കൂക്കിവിളികളുമായാണ് ജനം എതിരേറ്റത്. തൽസമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ കാണുന്ന പർവ്വതം അവർക്കുമേൽ മറിച്ചിട്ട് ഞാൻ അവരെ നശിപ്പിക്കാം, അങ്ങൊന്ന് സമ്മതം മൂളിയാൽ മതി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി എന്നുള്ളത് വേണ്ട എന്നായിരുന്നു. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീമകളില്ലാത്ത മനസ്സുകളും വജസ്സുകളും എന്നുള്ളത്. നമുക്കറിയാം, ഹിജ്റ 5 തന്നെ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട്. അന്ന് സ്വഹാബത്ത് വരുന്ന സമയത്ത് ഒരൊറ്റ മുസ്ലിമും ഇല്ലായിരുന്നു. പിന്നെങ്ങനെ ഇന്ന് കാണുന്ന ലക്ഷോപലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടായി? മറ്റൊന്നുകൊണ്ടുമല്ല, അവരുടെ സ്നേഹോർദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നെയാണ്. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ സുൽത്താൻ ഹിന്ദ് ഖാജ തങ്ങളാൽ 10,000 ഇസ്ലാം പുൽകിയതും മറ്റൊന്നുകൊണ്ടുമല്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇന്ന് സിറിയയിലും മറ്റും IS നടത്തി വരുന്ന നരനായാട്ടിന് ഇസ്ലാം ഒരിക്കലും ഉത്തരവാദിയല്ലേ അല്ല. സത്യത്തിൽ ഒരു ജൂത സൃഷ്ടിയാണ് IS എന്നുള്ളത്. ഇസ്ലാമിൽ എന്തിനു വേണ്ടിയാണ് ജിഹാദ് എന്ന് പഠിക്കാത്ത അൽപ്പർ മാത്രമാണ് ആ സംഘങ്ങൾ. ബറക്കത്തുള്ള കേന്ദ്രങ്ങൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഖ്ബറകൾ തച്ചുടക്കുന്ന ഇവർക്ക് എന്ത് ഇസ്ലാമാണുള്ളത്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാനുഷിക സ്നേഹത്തിന്റെ പരിഗണന അറിയാൻ ഈ ഒരൊറ്റ നബി വചനം തന്നെ ധാരാളമാണ്. ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. ജാതിയും മതവും നോക്കാതെ മാനുഷിക സ്നേഹത്തിലൂന്നി കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ കരുണാവർഷം ലഭ്യമാവുമെന്നാണ് തിരുമൊഴിമുത്ത് അന്വർത്ഥമാക്കുന്നത്. സഹജീവി സ്നേഹികളായ മിണ്ടാപ്രാണികളോടും അതിരില്ലാത്ത സ്നേഹം കോരിച്ചൊരിയാനാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ വിളിച്ചറിയിക്കുന്നത്. പൂച്ചയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചെന്ന തിരുനബി വചനം ഇതിനൊരു മകുടോദാഹരണമാണ്. ഒരിക്കൽ തള്ളപ്പക്ഷിയിൽ നിന്നും തട്ടിയെടുത്ത കുഞ്ഞുങ്ങളുമായി തിരുസമക്ഷം വന്ന വ്യക്തിയോട് അതിനെ സ്വതന്ത്രമാക്കി അതിന്റെ മാതാവിന്റെ ചാരത്തേക്ക് വിട്ടയക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച മറ്റാരുണ്ട് നമുക്ക്? ഇതേ മാതൃക തന്നെയാണ് ഔലിയാക്കളും സ്വഹാബത്തുകളും നമുക്ക് കാണിച്ചു തന്നത്. നമുക്കറിയാം, റിഫായി ശൈഖിന്റെ ചരിത്രം കേട്ടറിഞ്ഞവരാണ്. ഒരിക്കൽ പള്ളിയിൽ പോകാനിരിക്കുന്ന സമയത്താണ് കുപ്പായക്കയിൽ പൂച്ച ഉറങ്ങുന്ന കാഴ്ച കാണുന്നത്. അതിനെ വിരട്ടി ഓടിക്കുന്നതിന് പകരം ആ കുപ്പായ കൈ ഷർട്ട് മുറിച്ച് ഹാഫ് കൈ ഷർട്ടുമായി പള്ളിയിൽ പോയ ഷെയ്ഖിന്റെ സഹജീവ സ്നേഹത്തിന് സീമകളുണ്ടോ? ഇതേ ഷെയ്ഖ് തന്നെയാണല്ലോ വഴിവക്കിൽ ഭരണമേറ്റു കടന്ന ചാവാലിപ്പട്ടിയെ ദിവസങ്ങളോളം ശുശ്രൂഷിച്ച് അതിന്റെ സഹജീവ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക നമുക്ക് കാണിച്ചു തന്നത്.
സത്യത്തിൽ ഇസ്ലാം എന്നുള്ളത് മൊത്തത്തിൽ സ്നേഹം തന്നെയാണ്. സ്നേഹമില്ലാത്തവന് ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നതിൽ ധാർമ്മികമായി തെല്ലും അവകാശമില്ല. ഭീകരയുടെ റൂട്ടിൽ ഗമിക്കുന്നവർ ഖുർആനിന്റെയും ഹദീസിന്റെയും പവിത്ര വചനങ്ങൾക്കുമേൽ കടാര വെച്ചവരാണ്. അത്തരം അല്പജ്ഞാനികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു പെടുത്താതിരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.